ദുബായിലെ അത്ഭുത നിർമ്മിതിയായ മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചറിനുള്ളിലൂടെ സഞ്ചാരം തുടരുകയാണ്. ഞങ്ങൾ കുറേ സന്ദർശകരെ പല ബാച്ചുകളായിട്ടാണ് മ്യൂസിയത്തിന്റെ ഓരോ ഭാഗത്തേക്കും കൊണ്ടുപോകുന്നത്. ഞാൻ ഉൾപ്പെടുന്ന ബാച്ചിനെ ഒരു പേടകത്തിനകത്തേക്ക് കയറ്റി. ഒരു സാങ്കല്പിക സ്പേസ് ക്രാഫ്റ്റാണിത്. എല്ലായിടത്തും ഗൈഡുകളുണ്ട്. അവർ എന്താണ് ഇതെല്ലാമെന്ന് വ്യക്തമായി വിശദീകരിച്ചു തരുന്നു. ശരിക്കും ഞങ്ങൾ കയറിയിരിക്കുന്നത് ഒരു ലിഫ്റ്റിലേക്കാണ്. എന്നാൽ അതിനകം ഒരു സ്പേസ് ക്രാഫ്റ്റിനകം പോലെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. വാതിലുകൾ അടഞ്ഞു. ഇനി പേടകം ഒരു സ്പേസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. പേടകം കുതിച്ചുയരുന്നത് നമുക്ക് ശരിക്കും അനുഭവിക്കാം. ദുബായ് താഴെയാകുന്നു. ദുബായിലെ പാം ഐലൻഡും വേൾഡ് ഐലൻഡും പോലുള്ള ഒരു ദ്വീപിൽ നിന്നുമാണ് ലോഞ്ച് നടക്കുന്നതെന്നാണ് സങ്കല്പം. വിൻഡ് മില്ലുകൾ നിരന്നു നിൽക്കുന്ന ദുബായിയുടെ കടലാണ് താഴെ കാണുന്നത്. പേടകം ആകാശത്തേക്ക് കുതിക്കുകയാണ്. അതിന്റെ ഒരു വിറയലും ശബ്ദവുമെല്ലാം ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. പുറത്തേക്ക് നോക്കുമ്പോൾ എല്ലാ ജാലകത്തിലൂടെയും കാണുന്നത് ശരിക്കും ബഹിരാകാശത്തേക്ക് പോകുന്ന വിധത്തിലുള്ള ദൃശ്യങ്ങൾ തന്നെയാണ്. പേടകം ഉയർന്നുയർന്ന് സ്പേസിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു. ശരിക്കും ഒരു ലിഫ്റ്റിൽ കയറി കെട്ടിടത്തിന്റെ മുകൾ നിലയിലേക്ക് പോവുകയാണെന്ന് തോന്നുകയേയില്ല. സ്പേസ് ക്രാഫ്റ്റിന്റെ ജാലകത്തിലൂടെ പുറത്തേക്കുള്ള കാഴ്ച പോലെ ചുറ്റുമുള്ള വിഷ്വൽസ് ഒരുക്കിയിരിക്കുകയാണ്. യഥാർത്ഥമായ ഒരു ഫീലാണ് അത് നൽകുന്നത്. കുറെ കൂടി ഉയരത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ പുറത്ത് ദൂരത്ത് ഭൂമിയെ കാണാം. ഭൂഗോളവും അതിനു ചുറ്റുമുള്ള നീല അന്തരീക്ഷവും. മ്യൂസിയത്തിന്റെ കാഴ്ചകളുടെ തുടക്കത്തിൽ തന്നെ ഗംഭീരമായൊരു അനുഭവമാണ് ഈ സ്പേസ് ക്രാഫ്റ്റ് നൽകുന്നത്. ഇനി ബഹിരാകാശത്തിലെ ഒരു സ്റ്റേഷനുമായി സന്ധിക്കാൻ പോവുകയാണ്. ഒരു ബഹിരാകാശ പേടകം സ്പേസ് സ്റ്റേഷനുമായി ഡോക്ക് ചെയ്യുന്നതിന് ചില ചുട്ടവട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ. അതെല്ലാമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ലിഫ്റ്റിൽ കയറി ഏതാനും മിനിറ്റുകൾ കൊണ്ട് തന്നെ ആളുകളെല്ലാം ഒരു യഥാർത്ഥ സ്പേസ് സ്റ്റേഷനകത്തിരിക്കുന്ന അതേ അനുഭൂതിയിലേക്ക് മാറിക്കഴിഞ്ഞു. വളരെ രസകരമായൊരു അനുഭവമാണിത്. സ്പേസ് ക്രാഫ്റ്റിന്റെ 5 വശത്തുമുണ്ട് ജാലകങ്ങൾ. അതിലൂടെ പുറത്തു നടക്കുന്ന കാര്യങ്ങൾ കാണാം. ശരിക്കും അത് ജാലകങ്ങളല്ല, മികച്ച സ്ക്രീനുകളാണ്. ബഹിരാകാശ പേടകം സ്പേസ് സ്റ്റേഷനിൽ ഡോക്ക് ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ വശത്തെയും സ്ക്രീനുകൾ സിങ്കർണൈസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ശരിക്കും ഒരു ബഹിരാകാശ പേടകം സ്പേസ് സ്റ്റേഷനിൽ ഡോക്ക് ചെയ്യുന്ന അനുഭവം ലഭിക്കുന്നു. സ്പേസ് സ്റ്റേഷന്റെയും സ്പേസ് ക്രാഫ്റ്റിന്റെയും വാതിലുകൾ പരസ്പരം അടുക്കുകയാണ്. ആ പ്രക്രിയ പൂർത്തിയായി കഴിഞ്ഞാൽ ഞങ്ങൾ സ്പേസ് സ്റ്റേഷനിലേക്ക് ഇറങ്ങുകയായി. ആളുകൾ ആ ഡോക്കിംഗ് മൊബൈലിൽ പകർത്തുന്ന തിരക്കിലാണ്. അധികം താമസിച്ചില്ല. ഞങ്ങൾ സ്പേസ് സ്റ്റേഷനിലേക്ക് ചെന്നിറങ്ങിയിരിക്കുന്നു. അകലെ ചന്ദ്രനെ കാണാം. വളരെ രസകരമായ ഒരു ആശയമാണിത്. യഥാർത്ഥ സ്പേസ് സ്റ്റേഷന്റെ അനുഭവം തരുന്ന ലൈറ്റിംഗ് ആണ് ഇതിനകത്ത് എവിടെയും. കുറച്ചു ദൂരം മുന്നോട്ട് നടക്കുമ്പോൾ കാണുന്നത് ഭാവിയിലെ ഒരു സ്പേസ് സ്റ്റേഷന്റെ മാതൃകയാണ്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നൊക്കെ കൂടെയുള്ള ഗൈഡ് വിവരിച്ചു തരുന്നുണ്ട്. സ്പേസിലെത്തിയ ഒരു ഫീലോടെയാണ് സന്ദർശകരെല്ലാം ഇതെല്ലാം നോക്കിക്കാണുന്നത്. സീറോ ഗ്രാവിറ്റി ഒന്നും അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിലും ഇതൊരു ആശയം മാത്രമാണ്. അത് വളരെ തീമാറ്റിക്കായി പണിതുവച്ചിരിക്കുന്നു എന്ന് മാത്രം. ഓർബിറ്റൽ സ്പേസ് സ്റ്റേഷൻ ഹോപ്പ് എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. 2071 ആകുമ്പോൾ ഭൂമിയിൽ നിന്നും മാറി മനുഷ്യർ പാർക്കുന്നത് സ്പേസ് സ്റ്റേഷനുകളിലായിരിക്കുമെന്നാണ് ഇത് നൽകുന്ന സൂചന. വലിയ കമ്മ്യൂണിറ്റികൾ സ്പേസിൽ വസിക്കേണ്ട സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇത്തരം വലിയ സ്റ്റേഷനുകളാണ് നിർമ്മിക്കപ്പെടുക. സ്വയം തിരിയുന്നതിനൊപ്പം ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന സ്പേസ് സ്റ്റേഷൻ. താഴെ ഭൂമി. ആ ഓർബിറ്റൽ സ്പേസ് സ്റ്റേഷനകത്തു നിൽക്കുമ്പോൾ ഭൂമിയെ കാണുന്നത് ഈ വിധമായിരിക്കും. സ്പേസ് സ്റ്റേഷൻ ഭൂമിക്ക് മുകളിലൂടെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽ ഇവിടെ നിൽക്കുമ്പോൾ ലഭിക്കുന്നുണ്ട്. സ്റ്റേഷന്റെ ജാലകത്തിലൂടെ നോക്കുമ്പോൾ പുറത്തേക്ക് ഭൂമിയുടെ കാഴ്ച ഇങ്ങനെയായിരിക്കും. ആളുകൾ അതിന്റെ വിസ്മയത്തിൽ മുഴുകി അങ്ങനെ നിൽക്കുന്നു. ആ യാത്ര കഴിഞ്ഞ് സ്പേസ് ക്രാഫ്റ്റ് തിരികെ ലാൻഡ് ചെയ്യുകയാണ്. അതും മറ്റൊരനുഭവം. ദുബായ് ആണ് താഴെ. ഉള്ളിലേക്ക് കയറിക്കിടക്കുന്ന ആ ജലാശയം ദുബായ് ക്രീക്കാണ്. അതിനപ്പുറം പേർഷ്യൻ ഗൾഫ്. പേർഷ്യൻ ഗൾഫിലെ ഒരു ദ്വീപിലാണ് ലോഞ്ച് പാഡ്. ദുബായ് ക്രീക്ക് ചെന്ന് പേർഷ്യൻ ഗൾഫിൽ ചേരുന്ന ഭാഗത്തെ ദ്വീപിൽ ലോഞ്ച് പാഡിലേക്ക് സ്പേസ് ക്രാഫ്റ്റ് ലാൻഡ് ചെയ്യുകയാണ്.
വളരെ വേഗത്തിലുള്ള ആ പോക്ക് സ്പേസ് ക്രാഫ്റ്റിന് അകത്തു നിൽക്കുന്നവർ അനുഭവിക്കുന്ന വിധത്തിലാണ് ഇത് ഒരുക്കിയിരിക്കുന്നത്. ഒടുവിൽ സ്പേസ് ക്രാഫ്റ്റ് അതിന്റെ കാലുകൾ വിടർത്തി ലോഞ്ച് പാഡിൽ ലാൻഡ് ചെയ്യുന്നു. അവിടെ നിന്നും ഞങ്ങൾ പുറത്തേക്കിറങ്ങി. ഇങ്ങനെ ഫ്യൂച്ചറിസ്റ്റിക്കും തീമാറ്റിക്കുമായിട്ടാണ് ഈ മ്യൂസിയത്തിന്റെ എല്ലാ ഭാഗവും ഒരുക്കിയിരിക്കുന്നത്. ഇനി ഇവിടെ നിന്നും ഓരോ നിലകൾ താഴേക്ക് ഇറങ്ങിപ്പോകണം. പടവുകൾ ഇറങ്ങിപ്പോകാം, ലിഫ്റ്റിലും പോകാം. രസകരമാണ് ഇതിന്റെ ആർക്കിടെക്ചർ. ഭാവിയിൽ സ്പേസിൽ ഉണ്ടാകാനിരിക്കുന്ന ഒരു കെട്ടിടം പോലെയാണ് ഇത് ഒരുക്കിയിരിക്കുന്നത്. മ്യൂസിയം ഓഫ് ഫ്യൂച്ചറിന്റെ പുറത്തു കണ്ട അറബി ലിഖിതങ്ങളാണ് ഈ ജാലകങ്ങളായി ഇവിടെ നിന്ന് കാണുന്നത്. അടുത്ത നില മറ്റൊരു അത്ഭുത ലോകമാണ്. ദ ഹീൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് ഇതിന് നൽകിയിരിക്കുന്ന പേര്. ഭാവിയിലെ എക്കോളജിയും ബയോഡൈവേഴ്സിറ്റിയും വ്യക്തമാക്കുന്ന ഒരു പ്രദർശനമാണ് ഇവിടെ നടക്കുന്നത്. ഈ ഭാഗം ലൈബ്രറി ഓഫ് ലൈഫ് എന്നറിയപ്പെടുന്നു. ശരിക്കും ഇതൊരു ഇൻസ്റ്റലേഷനാണ്. ലോകത്തിന്നുള്ള എല്ലാ സസ്യജാലങ്ങളുടെയും ജീവജാലങ്ങളുടെയും സ്പെസിമിനുകൾ സൂക്ഷിച്ചിരിക്കുന്നു എന്നാണ് സങ്കല്പം. ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഡിസൈൻ സ്റ്റുഡിയോയായ സൂപ്പർഫ്ലെക്സ് ആണ് ഇതൊരുക്കിയിരിക്കുന്നത്. വളരെ രസകരമാണ് ഓരോ ജാറുകളുടെയും അകം. പ്രത്യേക ലൈറ്റിങ്ങിലൂടെ അതിൽ ഓരോന്നിലും ഓരോ രൂപം തെളിഞ്ഞു കാണുന്നു. മൃഗങ്ങളും പക്ഷികളുമെല്ലാമുണ്ട്. ആയിരക്കണക്കിന് ജീവജാലങ്ങൾ. സത്യത്തിൽ ഒരു ജാറിനകത്തും ഒന്നും തന്നെയില്ല. ഭൂമിയിൽ ഇന്നുള്ളവയും ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായവയുമായ പല ജീവജാലങ്ങളുടെയും ചിത്രങ്ങൾ എച്ചു ചെയ്തതാണ് ഓരോ ജാറും. അതിലേക്ക് പ്രത്യേക രീതിയിൽ ലൈറ്റ് ചെല്ലുമ്പോഴാണ് അത് ജാറിനകത്തെ സ്പെസിമിനായി തോന്നുന്നത്. ഓരോ സ്പെസിമിനും എന്താണെന്ന് സ്കാൻ ചെയ്ത് വിവരം ലഭ്യമാക്കുന്ന ഒരു സംവിധാനവും ഇതോടൊപ്പമുണ്ട്. UK ആസ്ഥാനമായുള്ള മാർഷ്മലോ ലേസർ ഫീസ്റ്റ് എന്ന കമ്പനിയാണ് അത് ഒരുക്കിയിരിക്കുന്നത്. പക്ഷികളും മൃഗങ്ങളും മാത്രമല്ല, സസ്യങ്ങളുടെ സ്പെസിമിനുകളുമുണ്ട്. വളരെ തീമാറ്റിക്കായാണ് ഇതിന്റെ സംവിധാനം. അവിടെ നിന്നും ഇറങ്ങി വീണ്ടും അടുത്ത നിലയിലേക്ക് പടവുകൾ ഇറങ്ങുകയാണ്. ഓരോ നിലകളിൽ നിന്നും നടന്നിറങ്ങുന്നതാണ് കുറച്ചുകൂടി രസകരം. ലിഫ്റ്റുകളുമുണ്ട്. ഈ മ്യൂസിയത്തിന്റെ ആർക്കിടെക്ചറാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത്. നമ്മൾ ഒരു മ്യൂസിയം പണിയുകയാണെങ്കിൽ ആദ്യം വലിയൊരു കോൺക്രീറ്റ് കെട്ടിടം അങ്ങ് പണിതുവെക്കും. ഇവിടെയാകട്ടെ കെട്ടിടം തന്നെ ഒരു കലാവസ്തുവാക്കിയിരിക്കുകയാണ്. സീലിംഗും ചുമരുകളുമെല്ലാം അതിഗംഭീരം. മ്യൂസിയത്തിന്റെ 3-ാം നിലയാണിത്. അൽ വാഹ എന്നാണ് ഇതറിയപ്പെടുന്നത്. റിവൈവ് യുവർ സെൻസസ് എന്നതാണ് ഇവിടുത്തെ ആശയം. ടെക്നോളജി പിന്നിലുപേക്ഷിച്ച് ഇന്ദ്രിയങ്ങളെ പ്രവർത്തന സജ്ജമാക്കുക എന്ന തീം. ഇന്ദ്രിയങ്ങളെ ഉണർത്തുന്നതിനുള്ള വിവിധങ്ങളായ തെറാപ്പികൾ തന്നെയാണ് ഈ ഹാളിന്റെ പ്രത്യേകത. അത്ഭുതങ്ങളാണ് എവിടെയും ഒരുക്കി വെച്ചിരിക്കുന്നതെന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. നിലത്തെ ഈ സംവിധാനം കാണുക. വെള്ളത്തിലൂടെ നടക്കുന്നത് പോലെയുണ്ട്. പാദങ്ങളുടെ ചലനത്തിനനുസരിച്ച് പ്രകാശം നീങ്ങി പോകുന്നു. വെള്ളമൊന്നുമല്ല ഇത്. ഒരു വിഷ്വൽ ഇലൂഷൻ സൃഷ്ടിച്ചിരിക്കുകയാണ്. ലോകത്ത് മറ്റെവിടെയും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള സംവിധാനങ്ങളാണ് ഇങ്ങനെ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. 50 വർഷത്തിനു ശേഷമുള്ള വെൽനസ് തെറാപ്പികളും ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. ലൈറ്റ് തെറാപ്പി വരെ ഇതിൽ ഉൾപ്പെടുന്നു. ഭൂതകാലത്തേക്കാൾ ഭാവിയെ മുന്നിൽ കാണുക എന്ന സന്ദേശമാണ് മ്യൂസിയം ഓഫ് ഫ്യൂച്ചർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇവിടെ കാണുന്ന എല്ലാം തന്നെ ഒരുക്കിയിരിക്കുന്നത് 2071 സംഭവിക്കാവുന്നതാണ് എന്ന വിധത്തിലാണ്. ഒറ്റ ഒരാളുടെ ആശയത്തിന്മേൽ നിർമ്മിതമായിട്ടുള്ള മ്യൂസിയമല്ല ഇത്. പല വ്യക്തികളും ഗ്രൂപ്പുകളും ഇതിലേക്ക് ആശയങ്ങൾ സംഭാവന നൽകുകയുണ്ടായി. ദുബായ് ഫ്യൂച്ചർ ഫൗണ്ടേഷൻ എന്ന സംഘടനയാണ് ഇതിന്റെ നടത്തിപ്പുകാർ. അടുത്തതായി ഞാൻ നടന്നെത്തിയത് ടുമോറോ ടുഡേ എന്ന സെക്ഷനിലേക്കാണ്. മ്യൂസിയത്തിന്റെ 2-ാം നിലയിലാണിത്. ഏറ്റവും ആധുനികമായ ടെക്നോളജിയുടെയും ആശയങ്ങളുടെയും ഒരു ഭാഗമാണ് ടുമോറോ ടുഡേ. ഒരു ഹ്യൂമനോയിഡ് എന്ന് വിശേഷിപ്പിക്കാവുന്ന റോബോട്ടാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. യഥാർത്ഥ മനുഷ്യനെ പോലെ പെരുമാറുന്ന റോബോട്ട്. ഇതിനോട് എന്തും ചോദിക്കാം, കൃത്യമായി മറുപടി ലഭിക്കും. നിങ്ങളുടെ പേരെന്താണ്? ഇന്നത്തെ ദിവസം ഏതാണ്? എന്തുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ നിൽക്കുന്നത്? എന്നിങ്ങനെ ഏത് കാര്യം ചോദിച്ചാലും കൃത്യമായ മറുപടിയുണ്ട്. നടക്കുകയില്ല, എന്നാൽ കൃത്യമായി സംസാരിക്കുന്ന റോബോട്ടാണിത്. മനുഷ്യരുടേതിന് തുല്യമായ മുഖചലനങ്ങളുമുണ്ട്. അമേഗ എന്നാണ് ഇവളുടെ പേര്.
കൈകൾ ചലിപ്പിച്ചുകൊണ്ടാണ് സംസാരം. ആളുകളെ അഭിവാദ്യം ചെയ്യുകയും മ്യൂസിയത്തിലെ പല വഴികളെക്കുറിച്ചും മറ്റും പറഞ്ഞു തരികയും ചെയ്യും ഇവൾ. നിരവധി ഭാഷകളിൽ സംസാരിക്കുമെന്നതാണ് മറ്റൊരു പ്രത്യേകത. കുട്ടികളും ഇവളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിനെല്ലാം കൃത്യമായ മറുപടിയും ലഭിക്കുന്നു. ലോകത്തെ ഏറ്റവും ആധുനികമായ ഹ്യൂമനോയിഡ് റോബോട്ടുകളിലൊന്നാണ് അമേഗ. മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചറിലെ ഒരു ജോലിക്കാരിയായി തന്നെയാണ് അമേഗ കണക്കാക്കപ്പെടുന്നത്. ഇവളെ സൃഷ്ടിച്ചത് ബ്രിട്ടീഷ് കമ്പനിയായ എഞ്ചിനീയർഡ് ആർട്സ് ആണ്. കുസൃതിയോടെയും ഗൗരവത്തോടെയും സംസാരിക്കാൻ കഴിവുള്ളവളാണ് അമേഗ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഏറ്റവും നൂതനമായ സന്നിവേശമാണ് ഇതിൽ നടത്തിയിരിക്കുന്നത്. ഇവിടെ ഒരു ഭാഗത്ത് ഒരു പ്രത്യേകതരം സൈക്കിൾ ഇരിപ്പുണ്ട്. ചക്രത്തിന്റെ മധ്യത്തിൽ ഒരു കേന്ദ്രസ്ഥാനമില്ലാത്ത സൈക്കിൾ. ഇത് സെഡ്രിക് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സെൽഫ് ഡ്രൈവിംഗ് കാറാണ്. ഫോക്സ് വാഗൻ കമ്പനി നിർമ്മിച്ച ഇലക്ട്രിക് കാർ. നിരവധി സെൻസറുകളോടുകൂടിയ കാറാണ്. അടുത്തതായി ഒരു ഗ്രാവിറ്റി ജെറ്റ് സൂട്ടാണ്. ഗ്രാവിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട്സ് രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച സൂട്ട്. ആളുകൾക്ക് പറന്നു നടക്കാനുള്ള സൗകര്യമാണ് ഈ സ്യൂട്ട് നൽകുന്നത്. ഇതൊരു റോബോട്ട് നായയാണ്, സൈബർ ഡോഗ്. അമേരിക്കൻ സൈന്യത്തിന്റെയും മറ്റും ഭാഗമായി കഴിഞ്ഞ റോബോട്ട് നായയുടെ ഏറ്റവും ആധുനിക പതിപ്പ്. ഇങ്ങനെ പല പല സാധനങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഭാവിയിലെ ലോകം എങ്ങനെയായിരിക്കും, മനുഷ്യന്റെ ബുദ്ധിയെ വെല്ലുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടാവും എന്നിവയൊക്കെയാണ് ഈ ടുമോറോ ടുഡേ എന്ന വിഭാഗത്തിൽ കാണുന്നത്. അൽബേനിയ, മാൽഡീവ്സ്, ജോർജിയ, എത്യോപ്യ. സഞ്ചാരം വോളിയം നമ്പർ 11. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. 2015 ദുബായ് ഭരണാധികാരി മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചർ എന്ന ആശയം മുന്നോട്ട് വെക്കുന്നത്. തുടർന്ന് നൂതന ആശയങ്ങളോടെ വിപുലമായ മ്യൂസിയം ഒരുക്കി തുടങ്ങി. 2022 ഫെബ്രുവരിയിൽ ഇത് ഔദ്യോഗികമായി പ്രവർത്തനം തുടങ്ങുകയും ചെയ്തു. ഒരു ഭാഗത്ത് വെച്ച് കെട്ടിടത്തിന്റെ ടെറസിലേക്ക് കയറാം. ഇതാണ് നേരത്തെ പുറമേ നിന്ന് കണ്ട മോതിരം പോലുള്ള കെട്ടിടം. അതിന്റെ ഏറ്റവും മുകൾ ഭാഗത്തല്ല സന്ദർശകർക്ക് കയറാവുന്ന ടെറസ്. മോതിരവളയത്തിന്റെ താഴെ ഭാഗത്ത് മേൽക്കൂരയിലാണ് ഈ സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. ഇവിടേക്കെത്തുമ്പോൾ ഇതൊരു കെട്ടിടമാണെന്ന കാര്യം വിസ്മരിച്ചു പോകും. ഇവിടെ നിന്ന് ദുബായ് നഗരത്തെ കാണാം. ഈ പൊത്തിലൂടെയാണ് ടെറസിലേക്ക് കടന്നത്. ഇതിനു മുകളിൽ ഈ കാണുന്ന ഭാഗത്തിന്റെ ഉള്ളിലൂടെയാണ് ഞാൻ ഇത്ര നേരം നടന്നത്. അത്ഭുതകരമായ ഒരു നിർമ്മിതി. ഷെയ്ഖ് സായിദ് റോഡും അതിന്റെ ഓരത്തെ വമ്പൻ നിർമ്മിതികളും വേഗത്തിൽ പായുന്ന വാഹനങ്ങളുമൊക്കെ ഇവിടെ നിന്നുള്ള കാഴ്ച. മ്യൂസിയത്തിലെ മായിക ലോകത്തു നിന്നും ഈ ടെറസിലേക്ക് വരുമ്പോഴാണ് യഥാർത്ഥ ദുബായിൽ തന്നെയാണ് നിൽക്കുന്നതെന്ന കാര്യം ഉറപ്പാകുന്നത്. ഇതുവരെ ബഹിരാകാശത്തോ മറ്റോ ആയിരുന്നെന്ന തോന്നലിലായിരുന്നല്ലോ. ഇങ്ങനെയൊക്കെ നൂതനമായ ആശയത്തോടെ, സാങ്കേതിക തികവോടെയും കലാപരതയോടെയും പൂർണ്ണതയോടെയും ഒരു നിർമ്മിതി നമ്മുടെ നാട്ടിൽ വരാൻ എത്ര കാലം ഇനിയും കഴിയണം? ഇന്ത്യയിലെ ഏറ്റവും മികച്ചതെന്ന് പറയുന്ന പല നിർമ്മിതികളും ഞാൻ പോയി കണ്ടിട്ടുണ്ട്. അതൊന്നും സംരക്ഷിക്കുന്നതിനോ പരിപാലിക്കുന്നതിനോ കൃത്യമായ സംവിധാനങ്ങൾ കണ്ടിട്ടില്ല. ഇത്തരമൊരു പെർഫെക്ഷൻ അതിനൊന്നും ഇല്ലതാനും. പെർഫെക്ഷൻ എന്ന വാക്കിന്റെ ശരിയായ അർത്ഥം പോലും ഇന്ത്യക്കാർക്കറിയില്ല എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. പൂർണ്ണത, ഒരു കുറ്റവും കണ്ടുപിടിക്കാനില്ലാത്ത അവസ്ഥ, അതാണ് ഇത്തരം നിർമ്മിതികളെ വ്യത്യസ്തമാക്കുന്നത്. ഇവിടെയൊന്നും ഒരു ലൈറ്റ് പോലും തെളിയാതിരിക്കുന്നില്ല. എല്ലാം കൃത്യമാണെന്ന് എല്ലാ ദിവസവും ഉറപ്പുവരുത്തുന്നു. ഇതിങ്ങനെ നിലനിർത്താൻ പരിശീലനം സിദ്ധിച്ച ആളുകൾ ഇവിടെ പ്രവർത്തിക്കുന്നു എന്നതാണ് പ്രധാനം. നമ്മുടെ നാട്ടിലാണ് ഇതെങ്കിൽ ഒരു 10 ലൈറ്റെങ്കിലും എവിടെയെങ്കിലുമൊക്കെ തെളിയാതെ കിടക്കും. എല്ലാം എന്നും പുതുമയോടെ നിലനിർത്തുന്ന ഒരു സംവിധാനം നമുക്കില്ല. ഇനി ഇവിടെ നിന്നും നടന്ന് താഴേക്കിറങ്ങാം. കുറേയുണ്ട് ഇവിടെ കാണാൻ. അതെല്ലാം ഞാൻ കാണിക്കുന്നില്ല. താഴെ ഇക്കാണുന്നത് ലോബിയാണ്. അവിടെ നിന്നാണ് ഞാനും മ്യൂസിയത്തിന്റെ 5ാം നിലയിലേക്ക് പോയത്. 3400 രൂപയുടെ ടിക്കറ്റ് എടുത്ത് എത്രയെത്ര ആളുകളാണ് ഇതിനുള്ളിൽ പ്രവേശിക്കുന്നതെന്ന് കാണുക. 2022 ഫെബ്രുവരി 22-ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട് ഒരു വർഷത്തിനകം 10 ലക്ഷം ആളുകളാണ് ഈ മ്യൂസിയം സന്ദർശിച്ചത്. 163 രാജ്യങ്ങളിലുള്ളവർ അതിലുണ്ടായിരുന്നു. 2023-24 വർഷത്തിൽ
ആദ്യ വർഷത്തേതിനേക്കാൾ സന്ദർശകർ ഇവിടെ എത്തിയിരിക്കും. ദുബായിൽ എത്തുന്നവർ നിശ്ചയമായും കണ്ടിരിക്കേണ്ട ഒരിടമായി മാറിയിരിക്കുന്നു മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചർ. മ്യൂസിയത്തിന്റെ പിൻഭാഗത്തെ വാതിലിലൂടെയാണ് പുറത്തേക്കിറങ്ങുന്നത്. ചില്ലുകവാടം കടന്നെത്തുന്നത് വലിയൊരു മുറ്റത്തേക്കാണ്. ചെറിയൊരു പൂൾ, പനകൾ അതിരിടുന്ന മനോഹരമായ ഒരു മുറ്റം, അതിനപ്പുറം മാനം മുട്ടെ ഉയർന്നു നിൽക്കുന്ന ഇരട്ട കെട്ടിടങ്ങൾ. എമിറേറ്റ്സ് ട്വിൻ ടവേഴ്സ് ആണത്. ഇവിടെ നിൽക്കുമ്പോൾ മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചറിന്റെ പുറകുവശം കാണാം. അതിമനോഹരമാണ് ഇവിടമെല്ലാം. ലാൻഡ്സ്കേപ്പ് ചെയ്ത് ഗ്രാനൈറ്റ് ടൈൽസ് വിരിച്ച് ഇടയ്ക്ക് പനകൾ വളർത്തി ആകർഷകമാക്കിയിരിക്കുന്നു. ഒരു കെട്ടിടത്തിന്റെ എല്ലാ ഭാഗവും അതിസുന്ദരമാക്കുന്ന കാഴ്ച. ദുബായിയുടെ മൊത്തത്തിലുള്ള ഒരു ഭംഗിയുടെ നിദാനം ഈ സൂക്ഷ്മതയും കലാപരതയും തന്നെയാണ്. കെട്ടിടത്തിന്റെ മുൻഭാഗം എവിടെ അവസാനിക്കുന്നു, പിൻഭാഗം എവിടെ തുടങ്ങുന്നു എന്നൊന്നും തിരിച്ചറിയാനാവില്ല. കാണുന്നവർ അത് സംബന്ധിച്ച് തെല്ലൊരു ആശയക്കുഴപ്പത്തിലുമാവും. അത്ര പെർഫെക്ഷനാണ്, അത്രമാത്രം വൃത്തിയും മനോഹാരിതയുമാണ്. മ്യൂസിയം കെട്ടിടത്തിന്റെ കളർ സ്കീമും അതിലെഴുതിയിരിക്കുന്ന അറബി ലിഖിതങ്ങളും പുൽത്തകിടിയും പൂച്ചെടികളും പനകളുമെല്ലാം ചേർന്ന് മായികമായൊരു പ്രപഞ്ചമാണ് സൃഷ്ടിക്കുന്നത്. ദുബായ് നഗരത്തിന് മൊത്തത്തിൽ ഒരു സ്കീമുണ്ട്. അല്ലാതെ ഓരോ കെട്ടിടവും തോന്നും വിധം നിർമ്മിച്ച് മതില് കെട്ടി വേർതിരിച്ചു നിർത്തിയിരിക്കുകയല്ല. നഗരത്തിന്റെ ഒരറ്റത്തുനിന്നുള്ള തുടർച്ചയായാണ് എല്ലായിടവും ഒരുക്കി വച്ചിരിക്കുന്നത്. നഗരാസൂത്രണത്തിന്റെ കൃത്യത, ഓരോ പ്രോജക്റ്റുകളുടെയും ഭംഗി എന്നിവയെല്ലാം ശ്രദ്ധേയമാണ്. പ്ലാസ്റ്റിക് പുല്ലല്ല ഇത്, യഥാർത്ഥ പുൽത്തകിടി തന്നെയാണ്. കോൺക്രീറ്റിന് മുകളിൽ ആ പുല്ല് അങ്ങനെ വളർന്നു നിൽക്കണമെങ്കിൽ എത്ര പരിപാലനം ആവശ്യമുണ്ടെന്ന് ചിന്തിക്കുക. ചുട്ടുപഴുത്തു കിടക്കുന്ന ഒരു രാജ്യമാണല്ലോ ഇത്. ഞാൻ ആ കാഴ്ചകളൊക്കെ കണ്ട് തിരികെ മ്യൂസിയം കെട്ടിടത്തിനകത്തേക്ക് ചെന്നു കയറി. ഇവിടെ ഓരോ അംശത്തിലെയും പൂർണ്ണതയാണ് ആസ്വദിക്കേണ്ടത്. ഇതാണ് മ്യൂസിയത്തിന്റെ ലോബി. ലക്ഷക്കണക്കിന് സന്ദർശകർ എത്തുന്ന ഇടമാണ്. എല്ലാവരും വരുന്നത് ഈ സ്ഥാപനം അർഹിക്കുന്ന ആദരവോടെയാണ്. ഞാൻ പുറത്തിറങ്ങുമ്പോഴേക്കും ഡോക്ടർ ഷാഫി കാറുമായി എത്തി. നേരത്തെ മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചർ കണ്ടിരുന്നതുകൊണ്ട് ഡോക്ടർ എന്നോടൊപ്പം അകത്തേക്ക് വന്നിരുന്നില്ല. എനിക്ക് വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്തു തന്നത് അദ്ദേഹമാണ്. മ്യൂസിയത്തിന് മുന്നിലെ ഫിംഗർ സല്യൂട്ട് ശില്പം പിന്നിട്ട് കാർ നീങ്ങി. പുറത്തുനിന്നിങ്ങനെ കാണുമ്പോൾ മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചർ ഒരു ചെറിയ നിർമ്മിതിയാണെന്ന് തോന്നും. അതിനകത്തെ വിശാല ലോകം അല്പം മുൻപ് കണ്ടതാണല്ലോ. മടക്കയാത്രയിൽ ഞാൻ ചിന്തിക്കുന്നത് ദുബായിയുടെ വളർച്ചയെക്കുറിച്ചാണ്. നമ്മുടെ കോട്ടയം ജില്ലയുടെയോ കോഴിക്കോട് ജില്ലയുടെയോ വലിപ്പം പോലും ഇല്ലാത്ത ഒരു എമിറേറ്റാണ് ദുബായ്. എന്നാൽ ഈ മൂന്നാം തവണ ചിത്രീകരിച്ചിട്ടും ദുബായിലെ കാഴ്ചകൾ തീരുന്നില്ല. മുൻപ് ദുബായിയുടെ കുറെ കാഴ്ചകൾ സഞ്ചാരത്തിലൂടെ കാണിച്ചിരുന്നു. ഇനിയും പലതവണ വന്നാലും സഞ്ചാരത്തിനായി ക്യാമറയിൽ പകർത്താൻ അനേകം ദൃശ്യങ്ങളുണ്ട് ഇന്നാട്ടിൽ. ഞാൻ വർഷത്തിൽ 4-5 തവണ വരുന്ന ഒരിടമാണ് ദുബായ്. ഓരോ തവണ വരുമ്പോഴും പുതുമകൾ മാത്രമാണ് ഇവിടെ കാണുന്നത്. പുതിയ ഓരോ നിർമ്മിതികൾ അങ്ങനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കും. സബീൽ 1 എന്ന ഇരട്ട ഗോപുരമാണിത്. ഈ അടുത്ത കാലത്താണ് ഇത് പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമായത്. ഇങ്ങനെ ഞാൻ ഓരോ തവണ വരുമ്പോഴും എന്തെങ്കിലും ഒരു പുതിയ നിർമ്മിതി കാണാം. അതായത് ലോകത്തിന് നിരന്തരമായി പുതുമകൾ സമ്മാനിച്ചുകൊണ്ടിരിക്കുകയാണ് ദുബായ്. എണ്ണപ്പണം കൊണ്ടല്ല ദുബായ് ഈ നേട്ടമുണ്ടാക്കുന്നത്. വാണിജ്യം കൊണ്ട് വളരുന്ന നാടാണിത്. ജനാധിപത്യമില്ലാതെയും വൻ വളർച്ച നേടാമെന്ന് കാണിച്ചു തരുന്നു ദുബായ്. ഭരണക്കാരുടെ വികസന സ്വപ്നങ്ങൾ തന്നെയാണ് അതിന് നിദാനം. ഡോക്ടർ ഷാഫിയെ പോലുള്ള എത്രയോ ആളുകളെ ക്ഷണിച്ചു വരുത്തി നാടിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു. അവർക്ക് നല്ല പ്രതിഫലം നൽകുന്നു. ആർക്കും പരാതികളില്ല. അതുകൊണ്ടാണല്ലോ ധാരാളം മലയാളികൾ ഇവിടെ എത്തുന്നതും. ജനാധിപത്യമുള്ള ഒരു നാട്ടിൽ നിന്നും ജനാധിപത്യമില്ലാത്ത നാട്ടിലേക്ക് പോകണമെങ്കിൽ മികച്ച നേട്ടങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ. ജനാധിപത്യത്തെപ്പറ്റി വാതോരാതെ സംസാരിക്കുന്ന നമ്മളാണ് ജനാധിപത്യമില്ലാത്ത ഒരു നാട്ടിലേക്ക് വിമാനം കയറിപ്പോയി അവിടെ ജീവിക്കാൻ കൊതിക്കുന്നത്. നമ്മുടെ വീക്ഷണങ്ങളെല്ലാം മാറിമറിയുന്നത് യാത്രകൾ കൊണ്ടാണെന്ന് പറയുന്നതിന്റെ കാര്യം അതാണ്. നമ്മൾ കാണാതെ പഠിച്ചതും രാഷ്ട്രീയക്കാർ നമ്മെ പഠിപ്പിച്ചതും ഒന്നുമല്ല സത്യമെന്ന് ചിലപ്പോഴെങ്കിലും തോന്നിപ്പോകുന്നതും അതുകൊണ്ടാണ്. നഗരത്തിന്റെ ആസൂത്രണം, സൗന്ദര്യവൽക്കരണം എന്നിവയിലൊക്കെ ഇവർ പുലർത്തുന്ന ശ്രദ്ധയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ കാറിലിരിക്കുന്നത്. പലയിടത്തും എത്തുമ്പോൾ തലയ്ക്ക് മുകളിലൂടെ മെട്രോ ലൈനുകൾ കടന്നുപോകുന്നു. ഇക്കാണുന്നത് സോഫിറ്റൽ ദി ഒബലിസ്ക് ഹോട്ടലിന്റെ മുൻഭാഗമാണ്.
നേരത്തെ അകലെ നിന്ന് കണ്ട ഈജിപ്ഷ്യൻ ഒബലിസ്ക് പോലുള്ള കൂർത്ത കെട്ടിടം. അതിന്റെ മുൻഭാഗവും കുറച്ചു സ്ഥലമാണെങ്കിലും ഹരിതാഭമാക്കിയിട്ടുണ്ട്. ഹോട്ടലിനെ ചുറ്റി കടന്നു പോകുമ്പോൾ അതൊരു രസമുള്ള കാഴ്ച. ഇന്ന് വൈകിട്ടത്തെ ഫ്ലൈറ്റിൽ എനിക്ക് നാട്ടിലേക്ക് മടങ്ങണം. ഇപ്പോൾ നേരം 4 മണിയായിട്ടുണ്ട്. ഡോക്ടർ ഷാഫിക്ക് വിശ്രമിക്കാവുന്ന ഒരു ദിവസമായിരുന്നു ഇന്ന്. ഞാനിനി അദ്ദേഹത്തെ അധികം ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് തീരുമാനിച്ചു. എന്നെ താമസിക്കുന്ന ക്രൗൺ പ്ലാസ ഹോട്ടലിൽ ഇറക്കിയാൽ മതിയെന്നും പറഞ്ഞു. അങ്ങനെ ഫെസ്റ്റിവൽ സിറ്റിയിലെ ക്രൗൺ പ്ലാസയുടെ മുന്നിലേക്ക് എത്തുകയാണ്. ഞാൻ ഇനിയും ചെറിയ ഇടവേളകളിൽ ഇവിടേക്ക് വന്ന് ദുബായിയുടെ കാഴ്ചകൾ കാണിച്ചുകൊണ്ടിരിക്കും. ദുബായ് മാത്രമല്ല, UAE-യുടെ മറ്റു ഭാഗങ്ങളിലെ കാഴ്ചകളും. നമ്മുടെ വീക്ഷണങ്ങൾ മാറേണ്ടതുണ്ട്. ദുബായിയുടെ കാഴ്ചകൾ കണ്ട് ആവേശം കൊള്ളുന്നവരും നമ്മുടെ നാട്ടിൽ വരുന്ന മാറ്റങ്ങളെ എതിർക്കുന്നത് അത്ഭുതകരമാണ്. ക്രൗൺ പ്ലാസ ഹോട്ടലിന് മുന്നിൽ ഡോക്ടർ ഷാഫി കാർ കൊണ്ടുചെന്നു നിർത്തി. തൽക്കാലത്തേക്ക് അദ്ദേഹം വിട പറഞ്ഞു. അടുത്ത തവണ വരുമ്പോഴും ഡോക്ടർ എന്നെ കാത്തു നിൽപ്പുണ്ടാവുമെന്ന് എനിക്കറിയാം. അങ്ങനെ ഒരു നിസ്വാർത്ഥ സുഹൃത്ത്. മടക്കയാത്രയ്ക്ക് ഒരുങ്ങാനായി ഞാൻ ഹോട്ടലിലെ മുറിയിലേക്ക് നടന്നു.